ഇന്ന് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് 2 ടൈപ്പ് റിസ്ക് ആണുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് സെക്കൻഡ് വൺ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് കോസസ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി എക്കണോമി ഓർ മാർക്കറ്റ്. Such changes may affect all securities in the market in a greater or lesser degree. Hence, an investor cannot avoid such risk. ഒരു ഇൻവെസ്റ്ററിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് 2 ടൈപ്പ് റിസ്ക് ആണുള്ളത്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. എക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഒരു ഇൻവെസ്റ്ററിൻ്റെ റിട്ടേണിൽ വേരിയബിലിറ്റി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് മാർക്കറ്റിലെ എല്ലാ സെക്യൂരിറ്റീസിനെയും ഗ്രേറ്റർ ഓർ ലെസ് ഡിഗ്രീസിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്ററിന് ഒരിക്കലും സിസ്റ്റമാറ്റിക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഹെൽപ്പ് ആൻ ഇൻവെസ്റ്റർ ടു റിഡ്യൂസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇൻവെസ്റ്ററിന് സിസ്റ്റമാറ്റിക് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്ററിന് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇൻവെസ്റ്ററിന് ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് കുറയ്ക്കാൻ പറ്റും. സോ നമ്മൾ ശ്രദ്ധിക്കണം, പോർട്ട്ഫോളിയോ ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മിനിമൈസ് ദി റിസ്ക് ഇഫക്റ്റീവ്ലി. ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലുള്ള റിസ്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഇൻവെസ്റ്റർ പ്രോപ്പറായിട്ടുള്ള കെയർ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് കൊടുക്കണം. ഒരു പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുന്ന സമയത്ത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് വന്നാൽ അതെങ്ങനെ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ മിനിമൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ മാത്രമേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയുള്ളൂ. Diversification can help to reduce portfolio risk by eliminating an unsystematic risk for which investors are not rewarded. Investors are rewarded for taking market risk. Therefore, it is highly necessary to understand how systematic risk is measured. സിസ്റ്റമാറ്റിക് റിസ്ക് എൻ്റയർ എക്കണോമീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ സിസ്റ്റമാറ്റിക് റിസ്കിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് റിസ്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിന് പറയുന്ന പേരാണ് ബീറ്റ. അതായത് ദി സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി ഈസ് മെഷേർഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ കോൾഡ് ബീറ്റ. The data required for calculation of beta are historical data of return of the individual security and the return of a representative stock market index. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ പാസ്റ്റ് റിട്ടേൺ ഡീറ്റെയിൽസും അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിട്ടേണും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീൻ്റെ പാസ്റ്റ് റിട്ടേണും മാർക്കറ്റ് ഇൻഡെക്സും ആ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെയും ബേസിലാണ് നമ്മൾ ബീറ്റ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് ആണെന്ന്. മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ നാച്ചർ മാറുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് എക്കണോമി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൊറോണ വന്നതൊരു മാർക്കറ്റിൻ്റെ ആ നാച്ചർ മാറി നമ്മുടെ എക്കണോമി മൊത്തമായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റിസ്കിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് എല്ലാ കമ്പനീസിനെയും എല്ലാ ഇൻഡസ്ട്രീനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ
ടോട്ടൽ ബീറ്റ 1 ആണ്. നമ്മൾ മാർക്കറ്റിനെ ടോട്ടൽ ബീറ്റ 1 ആയിട്ട് എടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനുള്ള ടൂളാണ് ബീറ്റ എന്ന് പറയുന്നത്. ഈ ബീറ്റനെ അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എൻ്റെയും മാർക്കറ്റിൻ്റെ ബേസിലാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നത്. മാർക്കറ്റിലുള്ള റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതിലുള്ള മാർക്കറ്റിൻ്റെ ടോട്ടലിനെ നമ്മൾ 1 ആയിട്ട്, മാർക്കറ്റിൻ്റെ ടോട്ടൽ ബീറ്റേനെ നമ്മൾ 1 ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യും. നമ്മൾ വാങ്ങുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 1-ൽ കൂടുതലാണെങ്കിൽ, ഈ 1-ൽ കൂടുതലാണെങ്കിൽ അതിനെ അഗ്രസീവ് ഷെയർ എന്ന് പറയും. അതായത് ടോട്ടൽ മാർക്കറ്റിൻ്റെ ബീറ്റ എന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ ടോട്ടൽ ബീറ്റ 1 ആണ്. നമ്മൾ വാങ്ങുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഈ 1-ൽ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള ഷെയറിനെയാണ് നമ്മൾ അഗ്രസീവ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയറിൻ്റെ പ്രത്യേകത, ഈ അഗ്രസീവ് ഷെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലപോലെ അപ്വേർഡ് ട്രെൻഡുള്ള ബുള്ളിഷ് മാർക്കറ്റിൽ ഈ ഷെയറിന് നല്ല പ്രോഫിറ്റ് കിട്ടും. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ ഈ ഷെയർ നല്ല ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബീറ്റ 1-ൽ കുറവാണെങ്കിൽ, ബീറ്റ <1 ആണെങ്കിൽ നമ്മൾ ആ ഷെയറിനെ പറയുന്നതാണ് ഡിഫെൻസീവ് ഷെയർ. ആ ഷെയറിൽ മാർക്കറ്റിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. മാർക്കറ്റ് നല്ലപോലെ റൈസ് ചെയ്യുന്ന സമയത്തും ആ ഷെയറിൽ ആവറേജ് റൈസിൻ്റെ അത്ര ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഈ ഡിഫെൻസീവ് ഷെയർസിൽ നിന്ന് കിട്ടില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ ലോസ് ഉണ്ടാവുകയാണെങ്കിലും മൊത്തം ഉണ്ടായ ലോസിൻ്റെ അത്ര തന്നെ ഈ അഗ്രസീവ് ഷെയർസിൽ നിന്ന് നമുക്ക് ലോസ് ഉണ്ടാവുകയും ചെയ്യില്ല. ബീറ്റ 1 ആണെങ്കിൽ ന്യൂട്രൽ ഷെയർസ് ആണ്. ബീറ്റ 1 ആണെങ്കിൽ അതിന് ന്യൂട്രൽ ഷെയർസ് ആണ്. അത് മൊത്തം മാർക്കറ്റിൻ്റെ ബീറ്റയും 1 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെയറിൻ്റെ ബീറ്റയും 1 ആണ്. അത് കറക്റ്റ് മാർക്കറ്റിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഒരുപാട് കൂടുകയില്ല, കുറയൊന്നുമില്ല. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ബീറ്റ 1 ഉള്ള ന്യൂട്രൽ ഷെയർസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് beta indicate sensitivity of the return on share with return on the market. The beta value of 1 is the benchmark against which all shares beta are measured. The interpretation of beta goes as follows. Beta greater than 1 is equal to its aggressive shares. These shares tend to go up faster than the market in rising market and fall more than the market in the declining market. Beta is less than 1 defensive shares. These shares will generally experience smaller than average gain in a rising market and smaller than average falls in a declining market. Beta is equal to 1 means neutral shares. Beta value of a share is normally between 0 and 2.5. A risk-free investment has a beta is equal to 0. The most risky shares, like some of the more questionable share investment, would have a beta value closer to 2.5. അതായത് ബീറ്റ സാധാരണയായി 0-ൻ്റെയും 2.5-ൻ്റെയും ഇടയിലാണ് ഉണ്ടാകുക. പെർഫെക്റ്റ്ലി റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, അതായത് യാതൊരുവിധ റിസ്ക്കും ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഹൈലി റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, അതായത് റിസ്ക് കൂടിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 2.5 ആണ് വരിക. ബീറ്റ വാല്യൂ ലൈ ചെയ്യുന്നത് അപ്പം 0-ൻ്റെയും 2.5-ൻ്റെയും ഇടയിലാണ്. ഹൈലി റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബീറ്റ എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. ഇപ്പോൾ പെർഫെക്റ്റ്ലി റിസ്ക് ഫ്രീ ആണെങ്കിൽ, തീരെ റിസ്ക് ഇല്ലാത്തതാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും.
ബീറ്റ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ബീറ്റ. The systematic risk of an investment is measured by covariance of an investment's return with the return of the market. Once the systematic risk of an investment is calculated, it is then divided by market risk to calculate a relative measure of systematic risk. The relative measure of risk is called beta and is usually represented by the symbol of beta. Beta represent ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പൽ അപ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ്. If an investment has twice as much as systematic risk as the market, it would have a beta of 2. Two statistical methods be used for calculation of beta, namely correlation method or the regression method. ബീറ്റ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് കോറിലേഷൻ മെത്തേഡും സെക്കൻഡ് വൺ റിഗ്രഷൻ മെത്തേഡും. ഇനി എങ്ങനെയാണ് കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ്, അത് നിങ്ങൾക്കറിയാം. ഇനി അവയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ബീറ്റ കമ്പ്യൂട്ടേഷനിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കോറിലേഷൻ മെത്തേഡാണ്, അത് നമുക്ക് നോക്കാം. ഇനി ബീറ്റ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ബീറ്റ ഈസ് ഈക്വൽ ടു RIM sigma I sigma m all divided by sigma square m, where beta is equal to beta of an investment in shares. RIM is equal to correlation coefficient of return on the shares with the return on the market. Sigma I is equal to standard deviation of return of stock. Sigma m is equal to standard deviation of return of market index. Sigma square m is equal to variance of returns on the market, that is standard deviation squared. അപ്പോൾ RIM എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് റിട്ടേൺ ആണ്. എന്തിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് അപ്പോൾ നോക്കുന്നത്? നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഷെയറിൻ്റെ റിട്ടേണും മാർക്കറ്റിൻ്റെ റിട്ടേണും കോറിലേറ്റഡ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷെയറിൻ്റെയും അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഷെയറിൻ്റെയും ടോട്ടൽ മാർക്കറ്റിലെ റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഷെയർസ് വിത്ത് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ, ഇങ്ങനെ നമ്മൾ കോറിലേഷൻ നോക്കിയിട്ട് ഇത് ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ റിട്ടേൺ കൂടുന്ന സമയത്ത്, അതായത് മാർക്കറ്റ് നല്ലതായിട്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ഷെയറിൻ്റെ റിട്ടേൺ കൂടും. അതുപോലെ തന്നെ മാർക്കറ്റ് റിട്ടേൺ കുറയുന്ന സമയത്ത്, മാർക്കറ്റ് ഡള്ളാവുന്ന സമയത്ത് ഷെയറിൻ്റെ റിട്ടേൺ കുറയും. ആ ഒരു കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ RIM എന്ന് പറയുന്നത്. അപ്പോൾ RIM എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത് റിട്ടേൺ ഓൺ മാർക്കറ്റ് ആണ്. ഇതിൽ പറയുന്നത് മാർക്കറ്റിൻ്റെ റിട്ടേണും അതുപോലെ തന്നെ നമ്മളെ ഷെയറിൻ്റെ റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് നോക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൂടുന്ന സമയത്ത്, അതായത് ഇവ തമ്മിൽ കോറിലേറ്റഡ് ആണെങ്കിൽ, കോറിലേഷൻ ഉണ്ടെങ്കിൽ, കോറിലേറ്റഡ് ആണെങ്കിൽ റിട്ടേൺ കൂടുമ്പോൾ മാർക്കറ്റിൻ്റെ റിട്ടേൺ കൂടുന്ന സമയത്ത് ഷെയറിൻ്റെ റിട്ടേണും കൂടും, മാർക്കറ്റിൻ്റെ റിട്ടേൺ കുറയുന്ന സമയത്ത് ഷെയറിൻ്റെ റിട്ടേൺ കുറയുകയും ചെയ്യും. ഇനി സിഗ്മ I എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഷെയറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ സിഗ്മ I എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്, നമ്മുടെ കയ്യിലുള്ള ഷെയറിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി സിഗ്മ
എം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിലെ എൻറ്റയർ മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മളിവിടെ RM എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടത് സിഗ്മ സ്ക്വയർ എം എന്നാ. സിഗ്മ സ്ക്വയർ എം എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് റിട്ടേൺസ് ഓൺ ദി മാർക്കറ്റ്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ റൂട്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ സിഗ്മ സ്ക്വയർ എം എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിനുണ്ടാവുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്തിട്ടുള്ളതിനെയാണ് സിഗ്മ സ്ക്വയർ എം. മാർക്കറ്റ് റിട്ടേൺസിൻ്റെ വേരിയൻസ് അതാണത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മിസ്റ്റർ എ കൺസിഡറിംഗ് ഇൻവെസ്റ്റിംഗ് ഇൻ വൈ ലിമിറ്റഡ്, ദി കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കമ്പനീസ് റിട്ടേൺ ആൻഡ് റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ഈസ് 0.935. The standard deviation of the return on the stock is 14.96. The standard deviation of return on the market is 10.11. Calculate beta value. അപ്പം ബീറ്റ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് M. ക്വസ്റ്റ്യനിൽ ബീറ്റ കാണാൻ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കമ്പനീസ് റിട്ടേൺ ആൻഡ് റിട്ടേൺ ഓൺ മാർക്കറ്റ് 0.935 ആണ് പറയുന്നത്. അതായത് കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ കമ്പനി റിട്ടേണും മാർക്കറ്റ് റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പോൾ RIM ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. RIM ഈസ് ഈക്വൽ ടു 0.935. അപ്പം 0.935 ഇൻറ്റു, ഇനി നെക്സ്റ്റ് വേണ്ടിയത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ. അപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെത് എന്ന് പറയുന്നത് 14.96 ഇൻറ്റു 14.96 ഇൻറ്റു ഇനി മാർക്കറ്റിൻ്റെ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 10.11 അല്ല 10.11. ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഓഫ് M. എമ്മിൻ്റെ മാർക്കറ്റ് അതായത് 10.11ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, അപ്പോൾ അത് 102.21. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.384 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിൻ്റെ വൈ ലിമിറ്റഡിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ ബീറ്റ വാല്യൂ ഈസ് ഈക്വൽ ടു 1.384. ഒരു സെക്യൂരിറ്റീൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും അതുപോലെ തന്നെ അതിൻ്റെ ബീറ്റയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. There is a relationship between a security's expected return and its beta. The formula to determine a security's expected return is equal to risk-free rate plus beta into market return minus risk-free rate. That's equal to risk-free rate plus beta into market risk premium.